നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന തലത്തിലുള്ള വാർത്തകൾ നിരവധി മാധ്യമങ്ങൾ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ കഥ വലിയ വൈറലുമായിരുന്നു. എന്നാൽ ഒരു ദിവസം മുൻപ് നെതന്യാഹു ലൈവിൽ അദ്ദേഹത്തിനൊപ്പം പ്രതിരോധ മന്ത്രിയും ചീഫ് ഓഫ് സ്റ്റാഫും മൊസാദിൻ്റെ തലവനും പിന്നെ ചീഫ് ഓഫ് എയർഫോഴ്സും മറ്റ് സീനിയർ കമാൻഡർമാരും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഭീകരരായ 2 നേതാക്കളുടെ തല ഞങ്ങൾ കൊയ്തു എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ പോർവിമാനങ്ങൾ ഇപ്പോഴും ലക്ഷ്യകേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇറാനിലെ ധീരരായ ജനങ്ങൾ ഉണർത്തെഴുന്നേൽക്കണമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഈ ഫെസ്റ്റിവൽ ഓഫ് ഫയർ നിങ്ങളുടേതാണ്, നിങ്ങൾ ആഘോഷിക്കൂ. നിങ്ങളുടെ ആഘോഷം ഞങ്ങൾ ആകാശത്ത് നിന്ന് കാണുന്നുണ്ട്. ഇറാന്റെ ഓരോ നീക്കവും ഞങ്ങൾ ആകാശത്ത് നിന്ന് വീക്ഷിക്കുന്നു. ഇതാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. നെതന്യാഹുവിൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കണ്ടത് 33 ലക്ഷത്തിലധികം ആളുകൾ, ഏകദേശം 19,000 കമൻറ്റുകൾ. ഇസ്രയേലിന് ആശംസകൾ നേർന്നുകൊണ്ടാണ് മിക്ക കമൻറ്റുകളും. അതെ, നെതന്യാഹുവിൻ്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കുകയാണ്. ഭൂഗർഭയിൽ നെതന്യാഹുവിൻ്റെ മൃതദേഹം സൂക്ഷിക്കുന്നുവെന്നൊക്കെ പരിഹസിച്ചവരുടെ മുന്നിലാണ് നെതന്യാഹു ലൈവായി രംഗത്ത് വന്നത്. നെതന്യാഹുവിനെ തീർത്തു എന്ന വാർത്തകൾ പുറത്തുവിട്ടത് ഇറാൻ മാധ്യമങ്ങൾ. തുടർന്ന് നിരവധി ഇറാൻ അനുകൂല മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റെടുത്തു. നെതന്യാഹുവിൻ്റെ കൈവിരലുകളെണ്ണി അവർ പറഞ്ഞു, നെതന്യാഹുവിൻ്റെ പേരിലിറങ്ങുന്ന വീഡിയോകളൊക്കെ AI നിർമ്മിതമാണ്. പിന്നീട് ഒരു കോഫി ഷോപ്പിൽ നെതന്യാഹു പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ, അതും AI നിർമ്മിതമാണ് എന്നീ ആക്ഷേപങ്ങൾ ഉയർന്നു. എന്നാൽ നെതന്യാഹു തൻ്റെ തിരിച്ചുവരവ് ആഘോഷമാക്കുന്നത് ഇറാൻ്റെ ഏറ്റവും വലിയ വാതകപ്പാടം ആക്രമിച്ചുകൊണ്ടാണ്. ബെന്യമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന ഇറാൻ്റെയും ഇറാൻ അനുകൂലികളുടെയും ഒക്കെ പ്രചാരണങ്ങൾക്ക് പത്രസമ്മേളനത്തിലൂടെ ബെന്യമിൻ നെതന്യാഹു മറുപടി നൽകി. ഇറാൻ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ അതിശക്തമായ ആക്രമണം. സൗത്ത് പാഴ്സിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ മാത്രമല്ല ലോകത്തെ വിറപ്പിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാഴ്സ് ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയെയും ഭയപ്പെടുത്തി. തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്, ഇസ്രയേലിനോട് ഇനി ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ ഞാൻ ആവശ്യപ്പെടും. അമേരിക്ക അറിഞ്ഞല്ല സൗത്ത് പാഴ്സിന് നേർക്കുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ കടുത്ത അതൃപ്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും നെതന്യാഹുവിൻ്റെ നീക്കങ്ങളിൽ ഭയന്നു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുന്ന ആക്രമണത്തിനാണ് നെതന്യാഹു തുടക്കമിട്ടത്. നെതന്യാഹുവിൻ്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ആണവ നിർമ്മാണ കേന്ദ്രങ്ങളും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളുമൊക്കെ ഇതിനകം ആക്രമിച്ച് തകർത്തു. സാമ്പത്തിക നട്ടെല്ലുകൂടി തകർത്താലേ ഇറാൻ വീഴൂ. ആ ആക്രമണ പരമ്പരയ്ക്കാണ് നെതന്യാഹു തുടക്കമിട്ടത്. എന്നാൽ ഇസ്രായേലിൻ്റെ സംഹാര താണ്ഡവം അമേരിക്കൻ പ്രസിഡന്റിനെ പോലും ഭയപ്പെടുത്തി. ഈ കുതിപ്പ് എങ്ങോട്ടേക്കെന്ന ചോദ്യം. ഇസ്രായേൽ ഞങ്ങളുടെ പങ്കാളികളാണ്, പക്ഷേ അവർ ചില കാര്യങ്ങളിൽ സ്വതന്ത്ര നിലപാടുകൾ എടുക്കുന്നു. സൗത്ത് പാഴ്സിന് നേരെയുള്ള ആക്രമണം ഇനി ഉണ്ടാകരുത് എന്ന് നെതന്യാഹുവിനോട് ഞാൻ ആവശ്യപ്പെടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിന് വിശദീകരണവും നെതന്യാഹു തന്നെ നൽകി. ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ ഇസ്രായേൽ നീങ്ങുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നെതന്യാഹുവിനോട്. കൃത്യമായ ഉത്തരമാണ് നെതന്യാഹു പറഞ്ഞത്. പ്രസിഡന്റ് ട്രംപിനോട് എന്തു ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചത് ഇസ്രയേൽ തനിച്ച് തീരുമാനിച്ച കാര്യമാണ് എന്ന് നെതന്യാഹു നെഞ്ചുറപ്പോടെ പറഞ്ഞു. നെതന്യാഹുവിൻ്റെ ഈ പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് IRGCയുടെ വക്താവ് ഇസ്രയേലിനെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചത്. ഞങ്ങളുടെ മിസൈൽ നിർമ്മാണ ശേഖരത്തിനൊരു ചുക്കും സംഭവിച്ചിട്ടില്ല. കൂടുതൽ മിസൈൽ നിർമ്മാണം നടക്കുന്നു. ഇസ്രായേലിന് നേർക്ക് അത്ഭുതകരമായ ആക്രമണങ്ങൾക്ക് ഞങ്ങൾ തയ്യാറെടുക്കുന്നുവെന്നാണ് IRGCയുടെ വക്താവ് പറഞ്ഞത്. പറഞ്ഞു തീർന്ന് 1 മണിക്കൂറിനകം IRGC വക്താവിനെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള മിസൈൽ ആക്രമണമാണ് ഇസ്രായേൽ തൊടുത്തത്. ഇതുതന്നെയാണ് നെതന്യാഹു. ഇറാന്റെ സൗത്ത് പാഴ്സ് വാതക പാടത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ എന്നീ മേഖലകളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. അപ്പോഴേക്കും ഉന്നം പിടിച്ചിരുന്നു നെതന്യാഹു. സൗത്ത് പാഴ്സ് വാതകപ്പാടം പൂർണ്ണമായി ഞങ്ങൾ തകർക്കട്ടെ എന്ന് അമേരിക്കയോട് ഇസ്രായേലിൻ്റെ ചോദ്യം. അരുതെന്ന് ട്രംപ്. ഇത്തരമൊരു ആക്രമണം നടത്തിയാൽ ഇനി ഇറാൻ ബാക്കിയുണ്ടാവില്ല എന്നാണ് നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് പറഞ്ഞത്.
എന്നാൽ ലോകത്തിൽ ഇത് ഭയാനകമായ ഭവിഷ്യത്തുകൾ വരുത്തിവെക്കുമെന്ന് അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. ഭവിഷ്യത്തുകളെ സാധാരണ ഇസ്രയേൽ ഭയപ്പെടാറില്ല. ലക്ഷ്യം അതുമാത്രമാണ് ഇസ്രയേലിൻ്റെ മുന്നിലുള്ളത്. യുദ്ധം ജയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഇസ്രയേൽ എപ്പോഴും കരുതും. ശക്തിയിലൂടെ സമാധാനം എന്നതാണ് നെതന്യാഹുവിൻ്റെ മുദ്രാവാക്യം. ശക്തി കൈവരുത്തുന്നതാവട്ടെ യുദ്ധങ്ങളിലൂടെ. ഒരു രാജ്യത്ത് സമാധാനം വിരിയണമെങ്കിൽ അവർ തുടർച്ചയായ യുദ്ധങ്ങൾ നടത്തണം. ഇതാണ് നെതന്യാഹുവിൻ്റെ പോളിസി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ 8ാം സ്ഥാനത്ത് ഇസ്രയേൽ തുടരുന്നത്. റിയാദിലെ ഒരു ഹോട്ടലിന് സമീപം വരെ മിസൈലുകൾ പതിച്ചപ്പോൾ സൗദി അറേബ്യ പ്രതികരിച്ചു. ആക്രമിക്കട്ടെ എന്ന് വീണ്ടും ഇസ്രയേൽ അമേരിക്കയോട്. എന്നാൽ വാതകപ്പാടങ്ങളും എണ്ണപ്പാടങ്ങളും ഒഴിവാക്കി ആക്രമണം കനപ്പിക്കാൻ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു. നെതന്യാഹുവിൻ്റെ ആക്രമണ ശക്തി അറിയാവുന്ന ട്രംപ് ഉടൻ തന്നെ മറ്റൊരു പ്രഖ്യാപനവും നടത്തി. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇറാനു നേർക്ക് നടത്തിയ എല്ലാ ആക്രമണങ്ങളെക്കാൾ ശക്തമായ ആക്രമണത്തിന് അമേരിക്ക ഒരുങ്ങുന്നു. അതിനുവേണ്ട നിർദ്ദേശം പെൻറ്റഗൺ നൽകി. മണിക്കൂറുകൾക്കകം നെതന്യാഹുവിൻ്റെ മറ്റൊരു മുന്നറിയിപ്പ്: ഇറാൻ ഇനിയും ഗൾഫ് മേഖലയ്ക്ക് നേരെ ആക്രമണത്തിന് മുതിർന്നാൽ ഞങ്ങളുടെ പ്രത്യാക്രമണം നിങ്ങൾ താങ്ങില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമാണ് ഇറാൻ്റെ സൗത്ത് പാഴ്സ്. ഇസ്രയേൽ ഈ പ്രദേശം തകർത്തെറിഞ്ഞാൽ ഇറാൻ നിലംപൊത്തുമെന്ന് വ്യക്തം. ഒരു വശത്ത് നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആഘോഷമാക്കിയ IRGC ഉൾപ്പെടെയുള്ള ഇറാൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ പുതിയ മുന്നറിയിപ്പുകളിൽ വിരണ്ടു നിൽക്കുന്നു. ഇറാനിൽ അവശേഷിക്കുന്ന ഉദ്യോഗവൃന്ദം ഇപ്പോൾ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇറാൻ ആകാശത്ത് തീ തുപ്പി ഇസ്രയേലിൻ്റെ പോർജെറ്റുകൾ ഇന്ന് രാത്രിയും നിറയുമെന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനിടയിൽ ഇസ്രയേലിന് നേർക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇസ്രയേലിന് നേർക്ക് ഇത്രയധികം മിസൈലുകൾ ഇറാൻ തൊടുക്കുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന മിസൈലുകളാണിത് എന്ന് ഇസ്രയേൽ പ്രതികരിച്ചു. അവ തകർത്തെറിയാൻ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയും. ഇക്കഴിഞ്ഞ ദിവസം ഒരു തമാശയെന്നോണം IDFിൻ്റെ വക്താവ് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അവരുടെ കുറച്ച് മിസൈൽ ലോഞ്ചറുകൾ നമ്മൾ ആക്രമിക്കാതെ വയ്ക്കുന്നു. നമ്മുടെ ഇന്റർസെപ്റ്ററുകൾക്കും ഒരു പണി വേണ്ടേ? ഇറാന്റെ തുറമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ മറ്റൊരു ആക്രമണ പരമ്പര ഇതിനിടയിൽ ഇസ്രയേൽ ആരംഭിച്ചു. 16 ഇറാനിയൻ ചരക്ക് കപ്പലുകളാണ് അവർ അഗ്നികുണ്ഡമാക്കി മാറ്റിയത്. ബന്ദർലെങ്കെ, ബന്ദർകോക്ക് എന്നീ പ്രദേശങ്ങളിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം തുടർന്നത്. ഹോർമിസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ തങ്ങൾ ഇനി ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ ഹൂതികളുടെ പ്രഖ്യാപനം. ഇതിനിടയിൽ നൂർ നഗരത്തിലെ ഇറാനിയൻ ഭരണകൂട കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണ പരമ്പര ഇസ്രയേൽ ആരംഭിച്ചിരിക്കുന്നു. വാതകപ്പാടങ്ങൾക്കും എണ്ണപ്പാടങ്ങൾക്ക് നേരെ തൽക്കാലം ആക്രമണം വേണ്ട എന്ന ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇസ്രയേൽ മറ്റൊരു ആക്രമണ പരമ്പരയ്ക്ക് ഇപ്പോൾ തുടക്കമിട്ടു. ഇറാനിലുടനീളമാണ് ഇപ്പോൾ വ്യോമാക്രമണങ്ങൾ. IRGC കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള വളരെ വ്യക്തതയോടെയുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത്. IRGCയുടെ 130 അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം വരുത്തി എന്ന് IDF ഇപ്പോൾ പ്രഖ്യാപിച്ചു. IRGCയുടെ പബ്ലിക് റിലേഷൻസ് മേധാവിയായി സേവനമനുഷ്ഠിച്ച നൈനി കഴിഞ്ഞ 2 വർഷമായി ഗ്രൂപ്പിന്റെ പ്രധാന പ്രചാരകനാണ്. അതുകൊണ്ടാണ് IRGCയുടെ വക്താവിനെ തങ്ങൾ ലക്ഷ്യമിട്ടത്. താൻ ഏറ്റെടുത്തിരിക്കുന്ന റൂളിൽ വിവിധ മുന്നണികളിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തിനെതിരായ ഭീകരാക്രമണങ്ങളെ സ്വാധീനിക്കാൻ നൈനി ശ്രമിക്കുന്നു. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ഭരണകൂട തീവ്രവാദ പ്രചരണമാണ് IRGC വക്താവ് നൈനി നടത്തിയത്. ഇസ്രായേലിന് നേർക്ക് ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന ഇറാനിയൻ ഭരണകൂടത്തിലെ ഡസൻ കണക്കിന് മുതിർന്ന വ്യക്തികളെ തങ്ങൾ ഇനിയും ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ പറയുന്നു. സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ, കിറുകൃത്യമായ മറുപടി, അതാണ് ഇസ്രായേൽ ശൈലി. സൗത്ത് പാഴ്സിന് നേർക്കുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ വാതകപ്പാടങ്ങളും എണ്ണപ്പാടങ്ങളുമൊക്കെ ഇസ്രായേൽ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തിരിച്ചുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഇനി രൂക്ഷമായാൽ പ്രത്യാക്രമണം അതിമാരകമായിരിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞു വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.